Hello everyone, welcome back to my channel. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കേക്ക് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ആണ്. പിന്നെ ഇത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈവൻ കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേക്ക് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഡെഫിനറ്റ്ലി നമുക്കൊരു ബിസ്ക്കറ്റ് വേണം. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാരിഗോൾഡ് അല്ലെങ്കിൽ ടൈഗർ ബിസ്ക്കറ്റ് അങ്ങനെ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 250 ഗ്രാമിൻ്റെ 2 ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ എടുത്തിട്ട് എല്ലാം നല്ലോണം പൊടിച്ചെടുക്കുക. നൈസായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല, പീസസ് ആയിട്ട് തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇത് നല്ലോണം പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് ഇപ്പം നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കേണ്ടത്. ഇതിനി മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ആക്കണം. അപ്പം ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ, പിന്നെ 1/2 കപ്പ് വെള്ളം. അപ്പം ഞാനിപ്പോൾ ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്തിട്ടില്ല. ആദ്യം നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഇത് ചെയ്യുവാണെങ്കിൽ ചിലപ്പം കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ ഗ്യാസ് ഓൺ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ കൊക്കോ പൗഡറൊക്കെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ സിറപ്പൊന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ. ഇനി ഈ ബട്ടർ മെൽറ്റ് ആവുന്ന വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിലെ ബട്ടറൊക്കെ നല്ലോണം മെൽട്ടായി, അതേപോലെ തന്നെ പഞ്ചസാരയും നല്ലോണം അലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം ഇതിൻ്റെ ചൂട് തണിയാനായിട്ട്. ചോക്ലേറ്റ് സിറപ്പിൻ്റെ ചൂടൊക്കെ തണിഞ്ഞു. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ബിസ്ക്കറ്റ് പൊടിച്ചു വെച്ചതിനകത്ത് ഈ ചോക്ലേറ്റ് സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഈ ചോക്ലേറ്റ് സിറപ്പ് ഈ കംപ്ലീറ്റ് ബിസ്ക്കറ്റ്സിൽ കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതുവരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ബിസ്ക്കറ്റും ചോക്ലേറ്റ് സിറപ്പും ഇപ്പം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കേക്ക് ടിൻ എടുക്കാം. ഇതിൽ ഞാൻ നല്ലോണം ബട്ടർ തടവിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ ബാറ്റർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഒരേ സമയം ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ പകുതിയായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ബിസ്ക്കറ്റിൻ്റെ ബാറ്ററും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ലെവൽ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരേപോലെ സെറ്റായിട്ട് കിട്ടില്ല. ചില സ്ഥലത്ത് ഗ്യാപ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് കാരണം പകുതി ചേർത്ത് ഒന്ന് സെറ്റായി ചെയ്തതിന് ശേഷം ബാക്കിയും കൂടി ചേർത്ത് കൊടുത്ത് ഒരേപോലെ നല്ലോണം ലെവൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലോണം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കവർ ചെയ്ത് ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. ഫ്രിഡ്ജിലാണ്, ഫ്രീസറിൽ ഒരിക്കലും വെക്കാൻ പാടില്ല. ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് എടുക്കുന്നതിൻ്റെ 1/2 മണിക്കൂർ മുന്നേ നമുക്കൊരു ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1/2 കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ക്രീം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം ഞാനൊരു 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ അത് എടുത്തിട്ടുണ്ട്. ഇതിനെ തുറന്നു നോക്കാം. ഇതിപ്പോൾ നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെയായിട്ട് നമുക്ക് ഇപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ചേർക്കുമ്പോൾ അതിന് ചൂടൊന്ന് തണിയണം. ചൂടോടെ ഒരിക്കലും ഒഴിക്കാൻ പാടില്ല. ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതേപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് എല്ലാ സൈഡും ഒരേപോലെ ഒന്ന് ക്രീം സെറ്റ് ചെയ്യാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഞാൻ പിന്നെയും ഒരു 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കുകയാണ്. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പം ഈ ചോക്ലേറ്റ് ഒക്കെ നല്ലോണം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് അൺമോൾഡ് ചെയ്തെടുക്കാം. ഒരു കത്തി വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റിക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് വിട്ട് കിട്ടാനായിട്ടാണ്.
ഇതിപ്പോൾ അൺമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരു 10 കാഷ്യൂനട്ട്, ഒരു 10 ആൽമണ്ട്സ്, പിന്നെ കുറച്ച് പീനട്ട്സും കൂടി ക്രഷ് ചെയ്തെടുത്തതാണ്. ഇത് ഇതേപോലെ റൗണ്ടായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്. ഇത് കൂടി ചെയ്യുമ്പം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, പിന്നെ കാണാനും നല്ല ഭംഗിയാണ്. അത് കാരണമാണ് ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കേക്കിന് ഭംഗി കൂട്ടാനായിട്ട് ഞാൻ 2 സ്ട്രോബെറി കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഓവൻ്റെയോ ബീറ്ററിൻ്റെയോ ബേക്ക് ചെയ്യേണ്ട ആവശ്യമോ ഒന്നുമില്ല. അപ്പം ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേക്കാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക്സ് അറിയിക്കണം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടും കാണാം. അതുവരേക്കും ബൈ.